മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് നടി പാർവതി. എപ്പോഴും അതങ്ങനെ തന്നെയാണ്. അച്ഛനെ ചേർത്ത് പിടിച്ചെപ്പോഴും പാർവതി നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു ഈ ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അതുപോലെ പാർവതിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വരദാനമാണ് അച്ചുകുട്ടൻ. പാർവതിക്കും ബാലുവിനും ജനിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അച്ചുകുട്ടൻ എന്ന ഒരു വലിയ സൗഭാഗ്യം തന്റെ ജീവിതത്തിൽ നേടിയെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രായത്തിൽ തന്നെ അച്ചുകുട്ടനെ നേടാൻ സാധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ മൂർധന്യാവസ്ഥയിൽ തന്നെയാണ് അച്ചുകുട്ടൻ നിൽക്കുന്നതെന്നാണ് പാർവതി സന്തോഷപൂർവ്വം പറയുന്നത്. എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ അച്ചുകുട്ടൻ്റെ പുതിയ വാർത്ത. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അച്ചു ഇത നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായികയായ ചിത്രയോടൊപ്പം ഇരുന്ന് പാട്ട് പാടുകയും ദക്ഷിണ കൊടുത്ത് പാട്ട് പഠിക്കാൻ തുടങ്ങിയിരിക്കുകയുമാണ്. അതൊരു വലിയ മഹാഭാഗ്യമായി തന്നെ കാണുന്നുവെന്നാണ് ഇപ്പോൾ പാർവതി തന്നെ എഴുതിയിരിക്കുന്നത്. അച്ചുവിന് ഇപ്പോൾ അത് എത്രമാത്രം വലുതാണെന്ന് അറിയില്ലായിരിക്കും. പക്ഷെ നാളൊരിക്കൽ അവൻ ഇത് കണ്ട് അഭിമാനിക്കും. മലയാളികളുടെ പ്രിയപ്പെട്ട, മലയാളികളുടെ വാനമ്പാടിയായ, കേരളത്തിന്റെ സ്വന്തം അഭിമാനമായ ചിത്രാമ്മയുടെ മടിയിലിരുന്ന് അവൻ പാട്ടുപാടി. എന്റെ കണ്ണുകൾ ശരിക്കും പറഞ്ഞാൽ നിറഞ്ഞു. എന്റെ അച്ഛൻ ഇത് കണ്ടിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചേനെ. ഒരുപാട് ആഗ്രഹിച്ചതാണ് അച്ഛൻ ഈ നിമിഷം. അച്ഛന് വേണ്ടിയാണ് അച്ചുകുട്ടനെ ഇപ്പോൾ തന്നെ ഞാനിത് കൊണ്ടുപോയി ചെയ്യിപ്പിച്ചത്. അപ്പോൾ തന്നെ അവനും സന്തോഷമായി. ചിത്രാമ്മയുടെ അടുത്ത് തന്നെ വളരെ സ്നേഹത്തോടെ അവൻ ഇരിക്കുകയും ചെയ്തു. എവിടെ പോവുകയാണെന്ന് ചോദിച്ചപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ അച്ചു തന്നെ പറയുന്നുണ്ടായിരുന്നു ചിത്രാമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇതോടെ പ്രേക്ഷകരെല്ലാവരും കണ്ടുപിടിച്ച ഒരു കാര്യമായി മാറിയിരുന്നു അച്ചുവിന്റെ വാർത്ത. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് അച്ചുവിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നത്. അച്ചുവിനോടുള്ള സ്നേഹം തന്നെയാണ് അവരെപ്പോഴും അറിയിക്കുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അച്ചു. അതുകൊണ്ട് അച്ചുവിന് ഇങ്ങനൊരു സൗഭാഗ്യം കിട്ടിയത് ഞങ്ങളെ സംബന്ധിച്ചും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് പ്രേക്ഷകർ കുറിച്ചു. ഇതോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുകയാണ് ഈ വാർത്ത. ആരാധകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടമാണ് അച്ചുവിന്റെ വിശേഷങ്ങൾ കേൾക്കാനും പറയാനും ഒക്കെ. അതുകൊണ്ട് തന്നെ അച്ചുവിന്റെ വിശേഷങ്ങൾ ഏറ്റെടുക്കാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇതൊരു സന്തോഷ വാർത്ത തന്നെയായിരുന്നു. ചിത്രാമ്മയുടെ അടുക്കൽ നിന്ന് പാട്ട് പഠിക്കുക, അടുത്തിരുന്ന് പാട്ട് പാടുക, മടിയിലിരിക്കുക, കുറുമ്പ് കാണിക്കുക എന്നതൊക്കെ സംബന്ധിച്ച് അച്ചുവിന് ഇപ്പോൾ ഒരു ചെറിയ കാര്യമായിരിക്കും. ഇതിന്റെ ഏറ്റവും വലിയ മഹത്വം അവൻ ഇപ്പോൾ മനസ്സിലാക്കില്ല. ഒരു 10 വർഷം കഴിയട്ടെ, പോട്ടെ, ഒരു 5 or 6 വർഷം കഴിയട്ടെ, അവനിത് നന്നായി മനസ്സിലാക്കും. അന്ന് അവൻ ഇതെല്ലാം അമ്മയോട് പറയും, അമ്മയോട് നന്ദിയുള്ളവനായി മാറും. പാർവതിയുടെ ഭർത്താവ് ബാലു നന്നായി പാട്ടുപാടുന്ന ഒരു വ്യക്തിയാണ്. അച്ഛനെ പോലെ തന്നെയായിരിക്കും മകനും പാട്ടുപാടുമായിരിക്കും. നല്ല കഴിവുള്ളവനാണ് ബാലു. അതുപോലെ തന്നെയായിരിക്കും മകനും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക്. പാർവതി ഇതിനു മുൻപും ബാലു പാടുന്ന പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പ്രേക്ഷകർ കാത്തിരുന്നിട്ടുമുണ്ട്. അന്നൊക്കെ തന്നെ പ്രേക്ഷകർ ബാലുവിന്റെ ഗാനം കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പോലും എഴുതിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ അച്ചുവിന് കിട്ടിയിരിക്കുന്ന ഈ ഭാഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും വാതൂരാതെ ചിത്രാമ്മയെക്കുറിച്ചും ചിത്രാമ്മയുടെ മടിയിലിരുന്ന് കുറുമ്പ് കാണിക്കുന്ന അച്ചുവിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.